ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നില കണ്ടെത്തിയ കേസിലെ ദുരൂഹത മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബാലരാമപുരത്ത് പോലീസ്. ദേവേന്ദു എന്ന പെൺകുഞ്ഞിനെ യഥാർത്ഥത്തിൽ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഈ കുഞ്ഞ് കിണറ്റിൽ വീഴാനുള്ള ഒരു സാധ്യതയുമില്ല, കൊണ്ടിട്ടതാണ് എന്ന് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഈ കൊലപാതകമാണിതെന്ന് സംശയിക്കുന്നുണ്ട് പോലീസ്. എന്നാൽ പൂർണ്ണമായും ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പൂർണ്ണമായും സംശയ നിവൃത്തി വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് ഈ കുടുംബാംഗങ്ങൾ മുഴുവൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അച്ഛനും അമ്മയും, കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും പോലീസ് കസ്റ്റഡിയിലാണ്. അവർ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ ബാലരാമപുരത്തെ ഈ മനോഹരമായ ആ ഗ്രാമത്തിൻ്റെ കണ്ണീരായി ഇപ്പോൾ ദേവേന്ദു മാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബാലരാമപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഈ കൊലപ്പെടുത്തിയ ശേഷം ഈ കുഞ്ഞിനെ കിണറ്റിൽ കൊണ്ടിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. മാത്രമല്ല അമ്മ ആദ്യം മുതലേ തന്നെ മൊഴി മാറിയും തിരിഞ്ഞും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളിൽ കൂടി നമുക്ക് കിടക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും സുപ്രധാനം. നമ്മളിപ്പോൾ വീടിന്റെ മറു സൈഡിൽ, അതായത് മറ്റു സൈഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ, അതായത് ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ, ഇതിൽ ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്നുള്ള ആത്മഹത്യക്ക് കുടുംബം ശ്രമിച്ചിരുന്നു എന്നുള്ള സംശയവുമെല്ലാം ഉണ്ട്. എന്തായാലും ആ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതിന് അവിടെ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ ജസ്റ്റ് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ, അതായത് ഇവിടെ നിന്ന് എന്താ കണ്ടിരുന്നത്, ഈ അതിനകത്ത് കയറിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കണ്ടിരുന്നോ? അത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള കഴുത്തിൽ കുരുക്കിടാൻ വേണ്ടിയുള്ള ഇതായിരുന്നു ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇത് ചായ്പ അവരുടെ ക്യാമറ കൊണ്ടുപോയി നോക്കാൻ പറ്റും. നിങ്ങളെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ളവരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞു വന്നതാണ്. ഇനിയിപ്പോൾ അറിഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ വീട് കൂടെയല്ല, ഇവർ കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത്. കുറച്ച് നല്ല പാലസ് എസ്റ്റേറ്റിന്റെ താഴ്ഭാഗത്താണ്. പക്ഷെ അവര് ഇവിടെ വാടകയ്ക്ക് വന്നതാണ്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അവര് ഇവിടെ കുറച്ച് ദിവസമായി വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു. പിന്നെ ഇത് എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ആ ചായപ്പിനകത്ത് ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ആയിരുന്നു കയറിട്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെ എസ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. അതായത് കയർ ഒരു ചായ്, പക്ഷേ അതിൽ ഒരു വലിയ ബലമുള്ള മേൽക്കൂരയൊന്നുമില്ല, എങ്കിലും കയർ അവിടെ ഒന്നിലധികം കയർ അവിടെ കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ കണ്ട കിണറിനോട് ചേർന്ന സ്ഥലമാണ്. എന്തിനാണ് ആ കയറുകൾ അവിടെ കെട്ടിയത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരം വരേണ്ടതുണ്ട്. അതെന്താണ് കാരണം എന്ന് ഒരുപക്ഷെ ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കിണറ്റിലിട്ടതിന് ശേഷം ഈ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഈ വരാന്തയുടെ വാതിൽ 2 കുരുക്കിടാനുള്ള കയർ കെട്ടിയിരുന്നു എന്ന കാര്യം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ അമ്മയും അച്ഛനും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കയർ കെട്ടിയതാകാം എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ സലീം മാലിക് ബാലരാമപുരത്തെ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. സലീം, അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും മറ്റു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസിൽ നിന്ന്? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അതൊരു ആത്മഹത്യാ ശ്രമമല്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആത്മഹത്യക്ക് ശ്രമം നടന്നിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിന് പോലീസ് എത്താനുള്ള കാരണം അങ്ങനെ ഒന്നിച്ചൊരു ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുക്കാനുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നില്ല ഇവർ കുറച്ചു കാലങ്ങളായി എന്നുള്ളതാണ്. അവർ തമ്മിൽ അങ്ങനെ ഈ അമ്മയും അച്ഛനും തമ്മിൽ അങ്ങനെ വലിയ സഹകരണം ഇല്ലാതെയായിരുന്നു തുടരുന്നത്. ഇപ്പോൾ തന്നെ ഇന്ന് ആ വീട്ടിലൊരു ചടങ്ങ് നടന്നതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ മാറി താമസിക്കുകയായിരുന്നില്ലെങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ മാത്രം വരികയും ഒക്കെ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൂട്ടാത്മഹത്യക്കുള്ള ശ്രമമായിരുന്നില്ല എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നീട് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പരിശോധനയിലാണ് പോലീസ് ഉള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 4 പേരും പറയുന്നത് 4 കാര്യങ്ങളാണ് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴയ്ക്കുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നുള്ള നിലയിലാണ് പോലീസ് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത. യഥാർത്ഥത്തിൽ ഈ 30 ലക്ഷം രൂപ അവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് കാണാതായി എന്ന് പറഞ്ഞ ഒരു മൊഴി ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ആ മൊഴി വ്യാജമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ഇവർ കള്ളം പറഞ്ഞതാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനോ മിസ്ലീഡ് ചെയ്യാനോ പറഞ്ഞതാണ് എന്ന രീതിയിൽ വാർത്ത വരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചോ?
എസ്കേൻ, കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ അമ്മ ഈ നിലയിൽ ഒരു പരാതിയുമായി ഇവിടേക്ക് വരുന്നത്. പക്ഷേ അതൊരു റിട്ടേൺ കംപ്ലൈൻറ്റായി എഴുതി നൽകാൻ തയ്യാറായതുമില്ല. അതോടുകൂടിയാണ് ഈ മൊഴി കൂടുതൽ പരിശോധിച്ചപ്പോൾ ആ പരാതി വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. ഈ വിഷയത്തിന് മുൻപ് തന്നെ പോലീസ് ആ പരാതി വ്യാജമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരുന്നു ഈ സംഭവത്തിന് മുൻപ് തന്നെ. അതുകൊണ്ട് തന്നെ ആ സംഭവം കൂടി ചേർത്ത് വായിച്ചുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്, കിണറ്റിൽ വീണ് മരിച്ചതല്ല കുട്ടി എന്നുള്ള നിലയിലേക്ക് പോലീസ് എത്താനും കാരണമായത്. എന്തായാലും അതൊരു ഈ കൊലപാതക ശ്രമത്തിന് മുൻപുള്ള ഒരു ഈ വീട്ടുകാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാനിങ് ആയിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് അക്കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ചു വരുന്നത്. അതേസമയം ഇന്ന് ആ വീട്ടിലൊരു പരിപാടി നടക്കാനിരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ അച്ഛനും അമ്മയും ഒക്കെ ഒന്നിച്ചെത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ വഴക്ക് രാത്രിയിൽ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ പകൽ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടുത്തെ അയൽവാസികൾ, അതായത് ആ വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കാൻ കഴിയുന്നവിടുത്തെ അയൽവാസികളുടെയൊക്കെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ പ്രദേശത്ത് ഈ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ്. അതേസമയം മൊഴിയിലൂടെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെയും ഒക്കെ തന്നെ ഇവരുടെ ഒരു പശ്ചാത്തലം അന്വേഷിക്കാനാണ് പോലീസ് നിലവിൽ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടിയുടെ അമ്മ കുറച്ചു കാലങ്ങളായി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു എന്നുള്ള മൊഴി പോലീസിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ബാധ്യത അങ്ങനെ ഉണ്ടായതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് നിലവിൽ ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല കൊലപാതകത്തിന് കാരണമാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണോ എന്നുള്ള നിലയിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതിനുശേഷം ഇന്നലെ പറഞ്ഞ ആ പരാതിയിൽ അത് എന്തുകൊണ്ട് ആ പരാതിയിലേക്ക് എത്തിയത്, ആരെയെങ്കിലും പറ്റിക്കാനോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടായിരുന്നത് മാറ്റിക്കാനോ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതിനുശേഷം വിശദമായ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കുകയാണ്. അതിനുശേഷമാണ് ഈ കുട്ടി എപ്പോൾ മരിച്ചത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു കാര്യമാകും. കാരണം ആ കുട്ടിയെ കൊന്ന ശേഷം കിണറ്റിലേക്ക് ഇട്ടതാണോ, അതല്ല കിണറ്റിൽ ഇട്ട് കൊലപ്പെടുത്തിയതാണോ, ജീവനോടെ കിണറ്റിലിട്ടതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടൊരു ദുരൂഹത കുറച്ചുകൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാവും. കൊന്ന ശേഷം കിണറ്റിലേക്ക് ഇട്ടതാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും തരത്തിൽ വഴക്കുണ്ടായി അതിനിടയിൽ പറ്റിയ അപകട മരണമാണോ എന്നുള്ളതാണ്, ആക്സിഡൻഷ്യലി പറ്റിയ കൊലപാതകമാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നിർണായകമാണ് ഈ കുട്ടി മരിച്ച സമയം. അതിനുശേഷം ഈ കുട്ടിയെ കിണറ്റിലേക്കിട്ട സമയമൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. SK